പി ചന്ദ്രശേഖരനെ CPM-ന്റെ ഒത്താശയോടെ കൊലയാളികൾ വകവരുത്തിയത് കേരളത്തിനെ അപ്പാടെ ഞെട്ടിച്ച സംഭവമാണ്. കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകമാണ് TP-യുടെ വധം. ഇന്നും അതിന്റെ പാപഭാരം കേരളത്തിലെ CPM-ന്റെ മുകളിൽ തന്നെയാണ്. CPM അധികാരത്തിൽ 10ാം വർഷത്തിലേക്ക് കടന്നതിന് പിന്നാലെ ഇപ്പോൾ TP പ്രതികളും പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിയമങ്ങളെ നോക്കുകുത്തിയായി നിർത്തി TP വധക്കേസ് പ്രതികളെ CPM പുറത്തിറക്കാൻ നോക്കുമ്പോൾ അതിന് ഞാൻ മരിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് TP-യുടെ പത്നിയും MLA-യുമായ KK രമ. ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ TP കേസിലെ പ്രതികളെ വിട്ടയക്കാൻ CPM-ന് വലിയ പാടൊന്നുമില്ല. എന്നാൽ തന്റെ ഭർത്താവിനെ വെട്ടിനുറുക്കിയവരെ പുറത്തിറക്കാൻ നോക്കിയാൽ നേരിടുമെന്ന് KK രമ പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പുറത്തുവിട്ടാൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാണ് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്തയച്ചത്. ഇതിന് പിന്നാലെയാണ് രണ്ടും കൽപ്പിച്ച് KK രമ ഇറങ്ങുന്നത്. പ്രതികളെ പുറത്തുവിട്ടാൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് അറിയേണ്ടത് ജയിൽ സൂപ്രണ്ടുമാർക്കല്ലല്ലോ എന്ന് KK രമ ചോദിക്കുന്നുണ്ട്. അത് അറിയാൻ സാധിക്കുന്നത് ഇവിടുത്തെ പോലീസ് മേധാവികൾക്കാണല്ലോ എന്നും രമ പറയുന്നുണ്ട്. തനിക്കിതിൽ വലിയ അത്ഭുതവും തോന്നുന്നില്ല. കാരണം പല പ്രാവശ്യം ഇത്തരം നടപടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നും KK രമ പറയുന്നുണ്ട്. KK രമയുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. വളരെ നിഗൂഢമാണ് ഇത്. എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു കത്ത് എന്നത് സംബന്ധിച്ച് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. എന്നെ സംബന്ധിച്ച് അതിലൊരു തർക്കവും ഇല്ല. ഒന്ന്, പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ ഗവൺമെന്റ് ഒഴിയുന്നതിന് മുന്നേ ഇവരെ വിട്ടയക്കണം എന്നുള്ളത് ഇവരുടെ ഒരു തീരുമാനമാണ്. അതിനുള്ള പല വഴികൾ അവർ തേടുകയാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഇത് ഇനി ഈ പ്രതികളെ വിട്ടയക്കണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി അപ്പീൽ വാങ്ങി തീരുമാനിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ വ്യക്തമായ വിധിയുണ്ട്. 20 വർഷത്തേക്ക് ഒരു കാരണവശാലും ഈ പ്രതികളെ വിട്ടയക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിന്റെ മേലൊരു തീരുമാനം എടുക്കണമെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയുടെ തീരുമാനം വേണം. പക്ഷെ ഇത്തരം നീക്കങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരോള് കൊടുത്തു, ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ നീക്കി എല്ലാം ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം നൽകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇവരിൽ തന്നെങ്കിലും ഒരാശ്വാസം, ഞങ്ങളെ സർക്കാർ നിങ്ങൾക്ക് ഉണ്ട്, പിന്നെ പാർട്ടിക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അവർക്കൊരു സമാധാനം വരുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അല്ലാതെ മറ്റൊരു കാര്യവും ഇതിനകത്ത് നടക്കില്ല. പക്ഷെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കത്തയച്ചത്? ജയിൽ മേധാവി എന്തിനാണ് എല്ലാ ജയിൽ അധികാരികൾക്കും അത്തരത്തിലൊരു കത്ത് വിടേണ്ട ഒരു ആവശ്യം എന്താണ് ഇപ്പം? എന്താണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട? എന്താണ് ഇവരിത് ആലോചിക്കുന്നത്? വളരെ നിഗൂഢമാണ് ഈ കാര്യങ്ങളെല്ലാം. കാരണം അത് ഒറ്റ കാര്യമേ വ്യക്തമാക്കുന്നുള്ളൂ. ഇതിലൊക്കെ ഈ ഭരണകൂടത്തിന് ഈ പ്രതികളോടുള്ള താല്പര്യം, ഈ പ്രതികളെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം, ഈ പ്രതികളോടൊപ്പം നിൽക്കേണ്ടതിന്റെ ബാധ്യത, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഓരോ സന്ദർഭങ്ങളാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 46 ദിവസമാണ് TK രജീഷ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ സുഖ ചികിത്സയ്ക്ക് വേണ്ടി, ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി 46 ദിവസം വിട്ടയച്ചിരിക്കുകയാണ്. ഇപ്പം കണ്ണൂർ ആശുപത്രിയിലാണ് അദ്ദേഹം ഉള്ളത്. എന്താണ് സുഖ ചികിത്സ നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഒരു ജയിൽ പുള്ളിക്ക് ഉണ്ടായിരിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് ജയിൽ സൂപ്രണ്ട്, അവിടെ വേണു എന്നോ മറ്റോ പറയുന്ന ജയിൽ സൂപ്രണ്ടാണ് ഇതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള എല്ലാ പരോൾ, ഇത്തരത്തിലുള്ള ചികിത്സ ആവശ്യമുള്ള, ഇതിലും പ്രധാനമായി ആവശ്യമുള്ള പ്രതികളെയൊക്കെ മറികടന്നുകൊണ്ടാണ് രജീഷിന് ഇപ്പം ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. അപ്പൊ TP കേസിലെ പ്രതികൾക്ക് എവിടെയായാലും എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമായിക്കൊണ്ട് നടന്നുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സർക്കാരിന്റെ കാലത്ത്. ഇപ്പൊ ഇനി 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ വിടാൻ ആവശ്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ചെയ്തു എന്ന് പ്രതികളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയുള്ള പുതിയ നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശ്രീമതി രമ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുകയാണ്. 20 വർഷത്തേക്ക് ഈ പ്രതികൾക്ക് ഒരു തരത്തിലുള്ള ശിക്ഷാ ഇളവും നൽകരുത് എന്നുള്ളത്. അതൊക്കെ നിലനിൽക്കുകയാണ് ഈ നീക്കം നടക്കുന്നത്. ഇപ്പൊ മുമ്പും ഇത്തരത്തിലുള്ള താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് ആനുകൂല്യങ്ങൾ, സംരക്ഷണം, വിട്ടയക്കാനുള്ള നീക്കങ്ങളൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്. ഇതിൽ പക്ഷേ വളരെ അസാധാരണമായ ചില കാര്യങ്ങളില്ലേ? കാരണം ഈ വിടുതൽ എന്ന വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഒരു സുരക്ഷാ പ്രശ്നത്തെ കുറിച്ച് ജയിൽ സൂപ്രണ്ടുമാർക്ക് ഒരു കത്തയക്കുകയാണ്. അപ്പോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ ഇതിലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒന്നുകിൽ പരോൾ എന്നോ അല്ലെങ്കിൽ വിട്ടയക്കൽ എന്നോ എന്നൊന്നുമില്ലാതെ വിടുതൽ എന്ന പുതിയ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എല്ലാം വളരെ തന്ത്രപരമായിട്ട് നീങ്ങുന്നത്. പിന്നെ ജയിൽ സൂപ്രണ്ടുമാർക്ക് എന്തിനാണ് കത്തയക്കേണ്ടത്? വിട്ടയച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമോ എന്നുള്ളത് പോലീസുകാർക്കല്ലേ അറിയാവുന്നത്. അവരാണല്ലോ ക്രമസമാധാന പാലകർ. അവരുടെയല്ലേ അന്വേഷിക്കേണ്ടത്. ഒരു പരോള് കൊടുക്കുന്ന സമയത്ത് പോലും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ട് വാങ്ങി വിട്ടയച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ടാകും
ഉണ്ടാവില്ല എന്നുള്ള പോലീസ് സ്റ്റേഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരോള് പോലും കൊടുക്കേണ്ടത്. പിന്നെ ഇത് ജയിൽ സൂപ്രണ്ടുമാർക്ക് അയച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ ദുരൂഹമാണ്. ഞാനതാ പറയുന്നത്, ഇതൊക്കെ ഈ പ്രതികളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പുതിയ നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.